നമ്മളിന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനൊപ്പം ഒരു കടൽ യാത്രയ്ക്ക് പോവുകയാണ്. കരയിൽ നിന്ന് ഏകദേശം 10 നോട്ടിക് മൈൽ അകലേക്കാണ് ഈ യാത്ര പോകുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവർ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത്, ഒരു അറ്റാക്ക് വന്നാൽ എങ്ങനെയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അതിനെ പ്രതിരോധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇന്ന് ഡെമോ ആയിട്ട് അവർ കാണിച്ചു തരാൻ പോകുന്നത്. എന്തായാലും നമ്മൾ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. Photozone, this is 246. Photozone, this is 246. Captain 10 is casting off now. ഡെപ്യൂട്ടി കമാൻഡർ ഗിരീഷ് കുമാർ ഇപ്പോൾ സി മലയാളം ന്യൂസിനൊപ്പം ചേരുകയാണ്. നമ്മൾ കോസ്റ്റ് ഗാർഡിൻ്റെ 49th റേസിംഗ് ഡേ പ്രമാണിച്ചാണ് ഇങ്ങനെയൊരു ചടങ്ങിന്ന് രാവിലെയും ഉച്ചയ്ക്കും 2 ഷിഫ്റ്റായിട്ട് നമ്മൾ നടത്തിയത്. കോസ്റ്റ് ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രസൻ്റ്ലി കോസ്റ്റ് ഗാർഡിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്ന 150ഓളം ഷിപ്പുകളും ഏകദേശം 76ഓളം എയർക്രാഫ്റ്റുകളും പ്രസൻ്റ്ലി ഉണ്ട്. 2030 പുതിയ അക്വിസിഷന് ശേഷം കോസ്റ്റ് ഗാർഡ് 200 ഷിപ്പും 100 എയർക്രാഫ്റ്റുമാണ് നമ്മളുടെ പ്രൊജക്റ്റിലുള്ളത്. ഇപ്പോൾ കേരള തീരത്തെപ്പറ്റി സംബന്ധിച്ചിടത്തോളം തന്നെ കേരളത്തിൽ കൊച്ചി, വിഴിഞ്ഞം, ബേപ്പൂർ 3 സ്റ്റേഷനുകളാണ്, 3 ഇതിടത്താണ് നമ്മൾ കോസ്റ്റ് ഗാർഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വിഴിഞ്ഞത്ത് ഒരു ഫാസ്റ്റ് പട്രോൾ വെസലും 2 ഇൻ്റർസെപ്റ്റഡ് ബോട്ടും 2 ഇൻ്റർസെപ്റ്റഡ് ക്രാഫ്റ്റും അങ്ങനെ 5 അസറ്റ്സാണ് നമുക്ക് ടോട്ടലായിട്ട് വിഴിഞ്ഞം പോർട്ടിലുള്ളത്. ഇപ്പം കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയ ബർത്ത് വിഴിഞ്ഞം ഹാർബറിനകത്ത് തന്നെ കേരള മെറിറ്റൈം ബോർഡിൻ്റെ ഹാർബറിൽ തന്നെ നമ്മൾ ബർത്ത് കംപ്ലീറ്റ് ആവുന്നു. മാർച്ച് എൻഡോടുകൂടി അത് ഇനാഗുറേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കംപ്ലീഷന് ശേഷം നമ്മൾ പുതിയതായിട്ട് ഒരു FPVയും കൂടി ഇവിടെ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇവിടെ സ്ട്രെങ്ത് കൂടുന്നുണ്ട്. പിന്നെ കേരള തീരത്ത് എപ്പോഴും തന്നെ 24/7 നമ്മുടെ ഒരു ഷിപ്പ് കൊച്ചിയിലായാലും വിഴിഞ്ഞത്തായാലും ബേപ്പൂരിൽ നിന്നായാലും മംഗലാപുരത്തു നിന്ന് വരെ നമ്മുടെ കേരള തീരത്ത് ഷിപ്പ് എത്തുന്നുണ്ട്. മെയിൻലി നമ്മൾ ചെയ്യുന്നത് ഇവിടെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ആണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. മെയിൻലി ഫിഷർമാൻ കടലിൽ വെച്ച് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് അസിസ്റ്റൻസിന് വേണ്ടി ആവശ്യപ്പെടുന്നു. ആ അസിസ്റ്റൻസ് നടന്നു. പിന്നെ ഇവിടെ കോവളം പോലുള്ള ഒരു സ്ഥലമായപ്പോൾ കോവളത്ത് എപ്പോഴും ബീച്ചിൽ നിന്ന് ബീച്ച് ഡ്രോണിങ് ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്ന ഞങ്ങളുടെ IC ഇൻ്റർസെപ്റ്റഡ് ക്രാഫ്റ്റ്, അതാകുമ്പോൾ ക്ലോസ് കോസ്റ്റിൽ നമുക്ക് പട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പം കഴിഞ്ഞ ഈ 3-4 മാസമായിട്ട് തന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഡ്രോണിങ് കേസസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവരെ രക്ഷപ്പെടുത്തുന്നുണ്ട്. കോസ്റ്റ് ഗാർഡ് ഇതുവരെ സ്റ്റിൽ ഇൻഡക്ഷൻ 11,600ഓളം ആളുകളെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം മഴക്കാലത്തൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും രക്ഷാദൗത്യം. സാറിൻ്റെ ഒരു ഓർമ്മയിൽ എങ്ങനെയായിരുന്നു ഒരു ദുർഘടമായ ഒരു രക്ഷാദൗത്യം നമ്മൾ കോസ്റ്റ് ഗാർഡിന്? തീർച്ചയായിട്ടും മൺസൂൺ ടൈമിൽ കടൽ പ്രക്ഷുബ്ധമായിരിക്കും. കടൽ പ്രക്ഷുബ്ധമായാലും മത്സ്യത്തൊഴിലാളികൾ അവരുടെ മത്സ്യബന്ധനത്തിന് പോകും. നമ്മൾ എത്ര പ്രാവശ്യം അത് പോകരുതെന്ന് പറഞ്ഞാലും അവർ പോകും. കാരണം അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും എത്ര റഫ് സീ ആയാലും നമ്മൾ തീർച്ചയായിട്ടും അവരെ റെസ്ക്യൂ ഓപ്പറേഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുമുണ്ട്. വളരെ മോശം കാലാവസ്ഥയിൽ പോലും നമ്മൾ ബോട്ട് നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ബോട്ട് കെട്ടിവലിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്, സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അങ്ങനെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അത്യുഗ്ര പ്രകടനം അതാണ് നമ്മൾ കണ്ടത്. ആ കാഴ്ച കണ്ട് മടങ്ങുകയാണ്. ക്യാമറാമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.